നമസ്തേ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പുതിയ വർഷമാണ്. പുതിയ തീരുമാനങ്ങൾ എടുത്തിരിക്കുന്ന ഒരു സമയമാണ് അല്ലേ? ഈ പുതിയ വർഷം എന്നുള്ളത് ഒരു വേർഡ് മാത്രമാണ്. അല്ലെങ്കിൽ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ അല്ലെങ്കിൽ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കാൻ പറ്റുന്ന നല്ലൊരു സമയം കൂടിയാണിത്. ഒരു വർഷത്തിൻ്റെ പുതിയ തുടക്കം. അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മൾ ആരോഗ്യപരമായിട്ടുള്ള കുറേ തീരുമാനങ്ങളിൽ പെട്ട് കുടുങ്ങിപ്പോകുന്നത്. കുറേ തീരുമാനങ്ങൾ നമ്മൾ എടുക്കും. പുതിയ റൊട്ടീൻസ് നമ്മൾ ഡെയിലി ലൈഫിൽ കൂട്ടിച്ചേർക്കും. പക്ഷെ ഇതൊന്നും നടപ്പിലാക്കാനാവാതെ വരുമ്പോൾ വീണ്ടും നമ്മൾ ഈ തിരക്കിലേക്ക് ഇറങ്ങുമ്പോൾ നടപ്പിലാക്കാൻ പറ്റാതെ വരുമ്പോൾ നമുക്ക് വീണ്ടും ഒരു വിഷമം തോന്നുമല്ലേ? അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം അല്ലെങ്കിൽ എടുത്ത തീരുമാനങ്ങളെ ശക്തമായിട്ട് എങ്ങനെ മുറുകെ പിടിക്കാം എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഈ ഒരു ആഗ്രഹത്തിനെ പ്രാക്ടിക്കലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമ്പോഴാണ് ആ എടുത്ത മനസ്സിലുള്ള ആഗ്രഹം നടപ്പിലാവുന്നത്. ശരിക്കും ഈ ലോ ഓഫ് അട്രാക്ഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് അങ്ങനെ തന്നെയാണല്ലേ? ആദ്യം ഒരു ചിന്ത രൂപപ്പെടുന്നു. ആ ചിന്തയോടുള്ള അടങ്ങാത്ത ആവേശം അല്ലേ? ഏറ്റവും വിശ്വാസത്തോടു കൂടിയും വളരെ ശക്തമായത്. എന്തൊക്കെ വന്നാലും അതിൽ നിന്ന് താഴെ പോവില്ല എന്നുള്ളൊരു തീരുമാനത്തോടു കൂടിയുള്ള ഉറച്ച വിശ്വാസം ക്രമേണ അതൊരു പ്രവൃത്തിയാവാൻ വരും. നമ്മളിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലൂടെ, വാക്കുകളിലൂടെ ഒരു പ്രവൃത്തിയിലേക്ക് അത് വരും. അങ്ങനെ അതൊരു പ്രാക്ടിക്കലായിട്ട് നടക്കുമ്പോൾ അത് നടപ്പിലാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടത് മുറിഞ്ഞു പോവാത്ത ശക്തമായ വിൽ പവറോട് കൂടിയുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു ഫോളോ അപ്പ് ആണ് നമുക്കതിന് വേണ്ടി വേണ്ടത്. അപ്പോൾ നിങ്ങൾ നാളെ മുതൽ വർക്കൗട്ട് ചെയ്യും, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യും, അല്ലെങ്കിൽ ഇപ്പോഴുള്ള മൈൻഡ് സെറ്റ് ഒന്നുകൂടി ഡെവലപ്പ് ആവുമെന്ന് ചിന്തിക്കുന്ന ആളാണെങ്കിൽ ഒരു ബണ്ടിലായിട്ട് കുറേ കാര്യങ്ങൾ എടുക്കാതെ ഏതെങ്കിലും ഒന്നോ രണ്ടോ കാര്യം മാത്രം അതിന് തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. അതായത് ഇപ്പോൾ നമ്മൾ മൈൻഡ് വളരെ ഡിസ്റ്റർബ് ആയി നിൽക്കുന്നത് കൊണ്ടാണ് കുറേ ആഗ്രഹങ്ങൾ, എല്ലാ ആളുകളെയും പോലെ നമ്മളും കുറേ ആഗ്രഹങ്ങൾ തലയിൽ കയറ്റി വെക്കും. അത് സ്വാഭാവികമാണ്, മനസ്സിൻ്റെ സ്വഭാവമാണ്. ചിന്തകൾ കടന്നു വരുന്നതും ആഗ്രഹങ്ങൾ കയറി വരുന്നതും ഇതൊക്കെ സ്വഭാവം തന്നെയാണ്. ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ട ചിന്ത അല്ലെങ്കിൽ കാര്യം ഏതാണെന്ന് ശ്രദ്ധിക്കുക. ഒന്നിരുന്നൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു 10 മിനിറ്റ് വെറുതെ ഇരുന്നിട്ടൊന്ന് ആലോചിക്കുക. ഞാനിപ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ട് തുടങ്ങേണ്ടത് എവിടെയാണ്? അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്യേണ്ടത് എന്താണ്? ആ ഒരു കാര്യത്തിന് തിരഞ്ഞെടുക്കുക. ആ ഒരു കാര്യത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. 100 കാര്യങ്ങൾക്ക് വേണ്ടി പുറകെ പോകുമ്പോൾ നമ്മുടെ എനർജി പല വഴിക്കായിട്ട് ചിതറിപ്പോവും. നമുക്കൊരിക്കലും അത് ഫോളോ അപ്പ് ചെയ്യാൻ സാധിക്കില്ല. അതേസമയം ഒരു കാര്യമാകുമ്പോൾ അതിനു വേണ്ടി ഫോക്കസ് ചെയ്യാം. എത്ര തിരക്കാണെങ്കിലും അതിനു വേണ്ടി ഒരു സമയം മാറ്റി വെക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ ഒരു പോയിന്റ് എന്ന് പറയുമ്പോൾ. അടുത്ത ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് സമയമില്ല എന്നുള്ളൊരു പോയിന്റാണ് ഇവിടെ വരാൻ പോകുന്നത്. എല്ലാ ദിവസവും സമയമില്ല. ചിലപ്പോൾ വെറുതെ ഇരുന്നാലും നമ്മുടെ മനസ്സ് പറയും സമയമില്ല. കാരണം നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് പുറകെയാണ്, മാനസികമായിട്ടും ശാരീരികമായിട്ടും. അപ്പോൾ ഈ മനസ്സ് അത്രത്തോളം അടങ്ങിയിരിക്കാത്തൊരു മനസ്സായതുകൊണ്ടും ഇപ്പം ചിതറിക്കിടക്കുന്നത് കൊണ്ടും ആണ് നമുക്ക് ഈ സമയമില്ല എന്നുള്ള വേർഡ് അവിടെ വരുന്നത്. ഈ ടൈം മാനേജ്മെന്റിനെ കുറിച്ച് നമ്മൾ അറിയാത്തൊരു വ്യക്തി ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നന്നായിട്ട് രാവിലെ എഴുന്നേൽക്കുന്ന ഒരു സമയം മുതൽ വൈകുന്നേരം വരെയുള്ള ഒരു സമയത്ത് എത്ര തിരക്കാണെങ്കിലും മനസ്സിലുള്ള ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, ആ ഒരു കാര്യം തീരെ ചെറുതായിക്കോട്ടെ അല്ലെങ്കിൽ വലിയൊരു കാര്യമായിക്കോട്ടെ, എത്ര വലുതും ആയിക്കൊള്ളട്ടെ, അതിനുവേണ്ടി ഒരു സ്റ്റെപ്പെങ്കിലും ഒരു ദിവസം മുന്നോട്ട് വെക്കുക എന്നുള്ളതാണ്. ഏതെങ്കിലും രീതിയിൽ ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അല്ലെങ്കിൽ ഒരു അറിവ് കൊണ്ടോ ഏതെങ്കിലും ഒരു രീതിയിൽ അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുക. അപ്പോൾ ഇത് 2 ദിവസം 3 ദിവസം ഫോളോ ചെയ്യുന്നു. അടുത്ത ദിവസം ആകുമ്പോൾ ഇത് മുറിഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ നാളെ എന്ന ചിന്ത വരാതെ ഒരു വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണെങ്കിൽ, ഒരു ചിന്ത കൊണ്ടാണെങ്കിൽ പോലും എല്ലാ ദിവസവും ആ കാര്യത്തിനെ ഒന്ന് ഓർക്കുകയും ചെയ്യാം, ഒരു ദിവസം പോലും വിട്ടുപോവാതെ. അപ്പോൾ ആ കാര്യം ഡെവലപ്പ് ആവും, നിർബന്ധമായിട്ടും ഡെവലപ്പ് ആയിരിക്കും, ഡെവലപ്പ് ആവുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇത് വളരെ എളുപ്പമുള്ളൊരു കാര്യവുമല്ല. ഇന്നലെ വരെ നമ്മൾ എന്തോ ആയിരുന്നു അതവിടെ നിൽക്കട്ടെ. നാളെ മുതൽ അല്ലെങ്കിൽ ഇന്ന് മുതൽ എന്താണെന്നുള്ളത് ചിന്തിക്കുക. അല്ലെങ്കിൽ എന്താണ് എനിക്ക് ആവേണ്ടതെന്ന് ചിന്തിക്കുന്നു. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മുടെ ഡെയിലി ഉള്ള രീതികളിൽ കുറച്ച് മാറ്റം വരുത്തേണ്ടതായിട്ട് വരും. എല്ലാ ദിവസവും എഴുന്നേൽക്കുന്ന പോലെ കറക്റ്റ് സമയത്ത് എഴുന്നേൽക്കുന്നു, ഓഫീസിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ജോലിയിലേക്ക് കിടക്കുന്നു, അല്ലെങ്കിൽ രാത്രി ഒരുപാട് വൈകി കിടന്നുറങ്ങുന്നു. അതല്ലെങ്കിൽ ഇന്നലെ വരെയുള്ള എല്ലാ നല്ലതും മോശവുമായിട്ടുള്ള ഹാബിറ്റുകളൊക്കെ ഇന്നും ഫോളോ ചെയ്യുന്നു. അതിൻ്റെ കൂടെ ഇതിനെ കൂട്ടിച്ചേർക്കുന്നു. അതൊരിക്കലും പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. നമ്മൾ ഒരു നല്ല രീതിയിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹത്തിലേക്ക് കടക്കാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് നമ്മൾ തയ്യാറെടുക്കുമ്പോൾ പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് ആവശ്യമില്ല എന്ന് തോന്നുന്ന കുറേ കാര്യങ്ങൾ ഒഴിവാക്കേണ്ടി വരാം. ചിലപ്പോൾ അത് ആളുകളായിരിക്കാം, അടുത്ത് നിൽക്കുന്ന കൂട്ടുകാരായിരിക്കാം, അല്ലെങ്കിൽ നമുക്കുള്ള മോശപ്പെട്ട ചില സ്വഭാവ രീതികളായിരിക്കാം. ഇതൊക്കെ നമ്മളെ ഒറ്റയടിക്ക് അല്ലെങ്കിലും പതുക്കെ പതുക്കെ കട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ കട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കട്ട് ചെയ്ത് കളയുന്ന പറഞ്ഞാൽ നിസ്സാരമായിട്ടുള്ള കാര്യമായിരിക്കില്ല അത്. അതിന് വേണ്ടിയിട്ട് മനസ്സിനൊന്ന് തയ്യാറെടുക്കണം. അപ്പോൾ ഈ പറഞ്ഞു വരുന്ന എല്ലാ കാര്യത്തിനും വേണ്ടിയിട്ട് മനസ്സിനൊന്ന് തയ്യാറാക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനെന്താണ് വേണ്ടത്? മനസ്സിന് ആദ്യം ഒരു അച്ചടക്കം വേണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ചിന്തകൾ കൊണ്ട് അല്ലെങ്കിൽ രീതികൾ കൊണ്ട് ശീലങ്ങൾ കൊണ്ട് വിശ്വാസങ്ങൾ കൊണ്ട് നിറഞ്ഞു കിടക്കുന്ന ഒരു മാനസികാവസ്ഥയായിരിക്കും നമുക്കുണ്ടാവുക. അപ്പോൾ ഇതിനൊരു വിശ്രമം കൊടുക്കണം, അല്ലെങ്കിൽ ഇതിനെ ഒരു അച്ചടക്കമുള്ള മാനസികാവസ്ഥയാക്കി മാറ്റണം. അതിന് നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങളാണ് ദിവസവും നമ്മൾ ഫോളോ ചെയ്തിരിക്കേണ്ട മെഡിറ്റേഷൻ, പ്രാർത്ഥന, അല്ലെങ്കിൽ മറ്റ് വ്യായാമ രീതികൾ, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടത്തോടു കൂടി നമ്മൾ മനസ്സിൽ എല്ലാവർക്കും ഒരു ഇഷ്ടം ഉണ്ടാവുമല്ലോ.
ഇപ്പോൾ ചിലർക്ക് വർക്കൗട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. യോഗ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. മെഡിറ്റേഷൻ അല്ലെങ്കിൽ മറ്റുള്ള രീതികൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. വായന. നിങ്ങൾക്ക് ഇഷ്ടത്തോടെ ചേർത്ത് നിർത്താൻ പറ്റുന്ന നല്ല ഒരു കാര്യം. തികച്ചും അത് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷമായിരിക്കണം വരേണ്ടത്. ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കണം വരേണ്ടത്. അങ്ങനെ ഒരു കാര്യം എല്ലാവർക്കും ഉണ്ടാവും. ആ ഒരു കാര്യത്തിന് ദിവസവും ഒരു പ്രാധാന്യം കൊടുക്കുക. കൂടെ നിർത്തുക. അല്ലെങ്കിൽ അതിലൂടെ മനസ്സിലേക്ക് സന്തോഷം കണ്ടെത്തുക. ഇതൊന്നുമല്ലെങ്കിൽ രാവിലെ നേരത്തെ ഇപ്പോൾ 7 മണിക്ക് എഴുന്നേൽക്കുന്ന ഒരാളാണെങ്കിൽ ഒരു 6 മണിക്ക് എഴുന്നേൽക്കുക. രാവിലെയുള്ള ആറ്റ്മോസ്ഫിയറൊക്കെ ഒന്ന് ആസ്വദിക്കുക ചുരുങ്ങിയ പക്ഷം. ഇപ്പോൾ രാവിലെ നാളെ മുതൽ നേരത്തെ എഴുന്നേറ്റ് നിങ്ങൾ യോഗ ചെയ്യുമെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ വർക്കൗട്ടിന് പോകുമെന്ന് പറയുമ്പോൾ ശീലമില്ലാത്ത ഒരാളാകുമ്പോൾ തികച്ചും അതൊരു ഇറിറ്റേഷൻ ആയിട്ടുള്ള രീതിയിലേക്കായിരിക്കും മാറുക തുടക്കത്തിൽ. അതുകൊണ്ട് ഈ ഒരു ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ രാവിലെ ഒരു 1 അവർ നേരത്തെ എഴുന്നേൽക്കുക. രാവിലെ ഇങ്ങനെയൊക്കെ ഒരു സമയമുണ്ട് അല്ലെങ്കിൽ പ്രകൃതിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഇതൊക്കെ ഒന്ന് അറിയുക, കേൾക്കുക ചെയ്യുക. രാവിലെ എഴുന്നേറ്റ പാടെ ഫസ്റ്റ് മൊബൈലിന് പ്രാധാന്യം കൊടുക്കാതെ എഴുന്നേറ്റ് ഒരു ഹാഫ് അവറെങ്കിലും കഴിഞ്ഞിട്ട് വേണം മൊബൈലിലേക്ക് നോക്കാൻ എന്നുള്ളൊരു ശീലം അത് നമ്മൾ ശീലിച്ചെടുക്കേണ്ടതാണ്. രാവിലെ നേരത്തെ എഴുന്നേറ്റ് ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്കിനിയിപ്പോൾ വർക്കിന് പോകുന്ന സമയമാകുമ്പോൾ എക്സ്ട്രാ നമുക്കൊരു അത്രയും സമയം ബാലൻസ് കിട്ടുക ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു തിക്കും തിരക്കുമില്ല, സമാധാനത്തോടെ ഇറങ്ങാൻ പോവാം, സമാധാനത്തോടെ ചിന്തിക്കാനുള്ളൊരു സമയമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ മനസ്സിൻ്റെ സംഘർഷം എന്ന് പറയുന്ന കാര്യം ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തുടങ്ങുന്നതല്ല, അതിന് മുൻപേ തുടങ്ങുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. രാത്രി ഉറങ്ങുന്നത് മുതൽ വൈകി കിടന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് രാവിലെ എഴുന്നേൽക്കാൻ ഹാങ് ഓവർ ആയിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. കുറച്ച് നേരത്തെ ഉറങ്ങുക. ഒരു 6-7 മണിക്കൂർ ഉറക്കം ശരീരത്തിനും മനസ്സിനും കൊടുക്കുക, നല്ല ഉറക്കം. മൊബൈൽ ഫോണിൻ്റെ സ്ക്രീൻ ടൈം നമ്മൾ കുറയ്ക്കുക. അതുപോലെ ശരീരത്തിനും മനസ്സിനും വേണ്ടിയിട്ടുള്ള വ്യായാമങ്ങൾ നിർബന്ധമായിട്ടും ശീലമാക്കുക. യോഗ, മെഡിറ്റേഷൻ അല്ലെങ്കിൽ മറ്റ് വർക്കൗട്ട് രീതികൾ നിർബന്ധമാണ്. കാരണം നമ്മളൊരു മെഷീനല്ല. നമുക്ക് സ്വന്തം ചിന്തിക്കാനും ഉയരാനും അല്ലെങ്കിൽ പല രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്താനും കഴിവുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ ഇത് തിരിച്ചറിയുക എന്നുള്ളതാണ്, ഈ ഒരു ബോധം നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം? ടേസ്റ്റിന് പുറകെ മാത്രം പോകാൻ പറ്റുമോ? രാത്രി കാലങ്ങളിൽ കറങ്ങി നടക്കാൻ ഇഷ്ടമാണ്, നല്ല രസമുള്ള കാര്യമാണത്. അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാൻ നല്ല രസമുള്ള കാര്യമാണ്. പക്ഷേ അതിൽ മാത്രം കുടുങ്ങിക്കിടന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു ഭാഗത്ത് നമ്മുടെ മനസ്സും ശരീരവും പതുക്കെ പതുക്കെ നശിച്ചു തുടങ്ങും. അപ്പോൾ ആഗ്രഹം മാത്രം, മനസ്സിൽ എല്ലാവരെയും പോലെ ആഗ്രഹം മാത്രം പേറി നടക്കുന്ന ഒരാളായിരിക്കും നമ്മൾ. അപ്പോൾ ഈ മനസ്സുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച കാര്യങ്ങൾ നടപ്പിലാക്കാതെ വരുമ്പോൾ ഉള്ള അടുത്ത ഇമോഷൻ എന്തായിരിക്കും എന്നറിയോ? നിരാശയായിരിക്കും, കുറ്റബോധമായിരിക്കും. അതായത് നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം നടന്നില്ലല്ലോ, ഈ കുറ്റബോധം എന്നുമായിരിക്കും. അതേസമയം ഈ ആഗ്രഹിച്ച കാര്യത്തിന് വേണ്ടിയിട്ട് ചെറിയൊരു സ്റ്റെപ്പെങ്കിലും ദിവസവും നമ്മൾ മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ സമാധാനിക്കുക. ഞാനതിന് വേണ്ടി ഇന്ന് എന്തെങ്കിലും ചെയ്തല്ലോ, ഒരു ചിന്തയായിട്ടെങ്കിലും എന്തെങ്കിലും ചെയ്തല്ലോ എന്നൊരു തൃപ്തി നമുക്കുണ്ടാവും. ഒരിക്കലും നമുക്കൊരു കുറ്റബോധം തോന്നില്ല, മനഃപൂർവ്വം നമുക്കൊരു കുറ്റബോധം തോന്നില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശീലമാക്കുക. പുതിയ വർഷമാണ്, ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഭക്ഷണ രീതി, നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങൾ, ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചിട്ട് ക്വാളിറ്റി കൂട്ടാൻ ശ്രമിക്കുക. ഒരുപാട് ഭക്ഷണം കഴിക്കുന്നതിൽ ഒരു കാര്യവും ശരിക്കില്ല, ഒരു കാര്യവുമില്ല. പക്ഷേ കുറച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ അതൊരു ക്വാളിറ്റി ഫുഡാണെങ്കിൽ നമുക്ക് പല കാര്യങ്ങളുമുണ്ട്, പല മെച്ചങ്ങളുമുണ്ട്. ഒന്നാമത്തെ കേസ്, ഏതെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ ദിവസവും നമ്മൾ ഏർപ്പെടുക, നിർബന്ധമായിട്ട് ഏർപ്പെടുക. 2, മൂന്നാമത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും അവനവൻ്റെ കൂടെ ഒന്ന് കണ്ണടച്ചിരിക്കാൻ ശ്രമിക്കുക ഒരു ദിവസം. അതൊരു പ്രാർത്ഥനയുടെ രീതിയിലാവാം, അല്ലെങ്കിൽ പള്ളിയിലോ അമ്പലത്തിലോ പോകുന്ന രീതിയിലാവാം, മെഡിറ്റേഷൻ ചെയ്യുന്ന രീതിയിലാവാം. എങ്ങനെയായാലും ഒരു 10 മിനിറ്റ് ശ്രമിക്കുക എന്നുള്ളതാണ്. കൂടാതെ മറ്റ് വ്യായാമങ്ങളിൽ ഏർപ്പെടുക. അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കൃത്യമായൊരു ഉറക്കം. ഒരുപാട് ആളുകൾ ഉറക്കത്തിൻ്റെ കേസിൽ ബുദ്ധിമുട്ടുന്ന ആളുകളാണ് കൂടുതലും. കാരണം എത്ര ശ്രമിച്ചാലും ഉറങ്ങാൻ പറ്റുന്നില്ല. കാരണം നമ്മുടെ രീതി അങ്ങനെ ആയിപ്പോയി. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മുടെ കയ്യിലുള്ള ശീലങ്ങൾ, അത് ഉറക്കക്കുറവായിക്കോട്ടെ, ഭക്ഷണത്തിൻ്റെ രീതി ആയിക്കോട്ടെ, ശരീരത്തിനുള്ള ബുദ്ധിമുട്ടായിക്കോട്ടെ, ഇതൊന്നും ഒരു സുപ്രഭാതത്തിൽ വന്നതല്ല. ഉറക്കം കുറഞ്ഞു പോയത് എങ്ങനെയാണ്? നമ്മൾ കുറേ കാലം കൊണ്ട് പ്രാക്ടീസ് ചെയ്ത് ഉറങ്ങാതിരുന്ന് ശരീരത്തിനും മനസ്സിനും കൊടുത്ത ആ ഒരു നിർദ്ദേശം അനുസരിച്ചിട്ടാണ് ഇപ്പോൾ ഉറക്കമില്ലാത്തൊരു മനുഷ്യനെ നമ്മൾ മാറിയത്. അതുപോലെ തന്നെയാണ് ഭക്ഷണ രീതി. ടേസ്റ്റിൻ്റെ പുറകെ ആദ്യം ചെറുതായിട്ട് പോകാൻ തുടങ്ങി, അത് വലുതായി വന്നു. അപ്പോൾ പിന്നെ അത് ടേസ്റ്റ് മാത്രമായി. അപ്പോൾ ശരീരം മാറും. അപ്പോൾ ഇത് വന്നതുപോലെ തന്നെ വേണം തിരിച്ചു പോകാനും. പതുക്കെ കട്ട് ചെയ്ത് വരിക. ഉറക്കം കുറവുള്ള ആളാണെങ്കിൽ കുറച്ച് നേരത്തെ കിടക്കുക, അതൊന്ന് ശരിയായി വരുമ്പോൾ കുറച്ചുകൂടി നേരത്തെ ആക്കുക. അങ്ങനെ ആ ഒരു സമയം ഡെവലപ്പ് ചെയ്യുക, ആ ഉറക്കത്തിൻ്റെ ക്വാളിറ്റി കീപ്പ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഒരു വിൽ പവറോട് കൂടി നിങ്ങൾ മുന്നോട്ട് പോവുക. ഉറച്ച മനസ്സാണ് ആദ്യം വേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ അതിനു വേണ്ടി സഹായിക്കും. ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ. മീൻസ് ഒരു 10 മിനിറ്റ് ഒന്നും മൊബൈൽ ഫോണിലൊന്നും കളിക്കാതെ വെറുതെ ഇരിക്കുന്ന ഒരു നമ്മളെ നന്നായിട്ട് മനസ്സിനെ തണുപ്പിക്കും. നല്ലൊരു സുഖം മനസ്സിന് തരും, നല്ല ഡെവലപ്മെൻറ്റ് നമുക്ക് കൊണ്ടുതരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ തയ്യാറായാൽ തീർച്ചയായിട്ടും ഉറപ്പ് തരികയാണ്, ഒരു 21 ദിവസം അല്ലെങ്കിൽ ഒരു 1 മന്ത് നിങ്ങൾ ഫോളോ ചെയ്യാൻ തയ്യാറായാൽ മുറിഞ്ഞു പോവാതെ
വലിയൊരു മാറ്റം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉണ്ടാകുന്നതായിരിക്കും. അവിടെയും 2 ദിവസം ഫോളോ ചെയ്തു. 3ാമത്തെ ദിവസം പെൻഡിങ് ആവുന്നൊരു പ്രശ്നം എല്ലാ കാര്യത്തിലും വരും. വർക്കൗട്ട് റീസ്റ്റാർട്ട് ചെയ്താൽ വരും. അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിലാണെങ്കിൽ വരും. അപ്പോൾ ഇതിലൊന്നും മുറിഞ്ഞു പോവാത്ത ഒരു ഫോളോ അപ്പ് നമുക്ക് നിർബന്ധമായിട്ടും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിന് യൂസ്ഫുൾ ആവുന്ന ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ ഓൺലൈനായിട്ട് നമുക്ക് നടക്കുന്നുണ്ട്. താഴെയുള്ള വാട്സാപ്പ് നമ്പറോ അല്ലെങ്കിൽ കോൺടാക്റ്റോ വഴി നിങ്ങൾക്ക് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത്രയും കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. ഈ ഒരു കാര്യം ഒരുപാട് ആളുകളുടെ ക്വസ്റ്റ്യൻസിനും മെസ്സേജിനുള്ള മറുപടി കൂടിയാണ് ഈ ഒരു കാര്യം എന്ന് പറയുമ്പോൾ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ഡേ കൂടുതൽ ഡീറ്റെയിൽസുമായിട്ട് കാണാം.